ഹായ് ഫ്രണ്ട്സ്, സാപ്പിഡിയ മലയാളത്തിൻ്റെ ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ OTT അപ്ഡേറ്റുകളാണ്. ഇന്ന് റിലീസ് ചെയ്തിരിക്കുന്ന സിനിമകളും അതുകൂടാതെ ഏറ്റവും പുതിയതായിട്ട് വന്നിരിക്കുന്ന അപ്ഡേറ്റുകളുമാണ് ഇന്നത്തെ വീഡിയോ നമ്മൾ പരിശോധിക്കാൻ പോകുന്നത്. ഇന്ന് കുറേ സിനിമകൾ റിലീസ് ചെയ്തിട്ടുണ്ട്, ഒക്കെ മൾട്ടി ഓഡിയോ വന്നിട്ടുണ്ട് എന്നുള്ളതാണ് ഒരു പ്രത്യേകത എന്നുള്ളത്. ഇംഗ്ലീഷ് പിന്നെ എന്താ പറയുക, ഇംഗ്ലീഷ് കൊറിയൻ ഭാഷകളൊക്കെ ഉള്ള സിനിമകൾ മൾട്ടി ഓഡിയോയിൽ വന്നിട്ടുണ്ട് എന്നുള്ളതാണ്. പിന്നെ കൂടാതെ ഏറ്റവും പുതിയതായിട്ട് റിലീസ് ചെയ്ത കുറച്ച് സിനിമകളുടെ OTT അപ്ഡേറ്റുകളും ഉണ്ട് ഇന്നത്തെ വീഡിയോ നമ്മൾ പരിശോധിക്കുന്നത്. അപ്പോൾ ഏതൊക്കെ അപ്ഡേറ്റുകളാണ് നോക്കാം. അതിന് മുമ്പ് തന്നെ ഒരു കാര്യം പറഞ്ഞോട്ടെ. ഭാമകലാപൻ 2 എന്ന് പറഞ്ഞ സിനിമയുടെ റിവ്യൂ ഞാൻ ചെയ്തിട്ടുണ്ട്. ഒരു എന്താ പറയുക, അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു സിനിമയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് കണ്ട് പിന്നെ സപ്പോർട്ട് ചെയ്യാം. അതുകൂടാതെ മാർച്ച് മാസം റിലീസ് ചെയ്യാൻ തയ്യാറെടുക്കുന്ന കംപ്ലീറ്റ് ലിസ്റ്റ് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. OTT റിലീസും തിയേറ്റർ റിലീസും ഒക്കെ ആയിട്ടുള്ള കംപ്ലീറ്റ് ലിസ്റ്റ് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. എല്ലാവരും കണ്ടൊന്ന് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ എല്ലാ സിനിമകളും കണ്ടിട്ട് റിവ്യൂസ് ചെയ്യാറുണ്ട്, സപ്പോർട്ട് ചെയ്യുന്നു പ്രതീക്ഷിക്കുന്നു. അതുകൂടാതെ ഒരു ഷോർട്ട് ഫിലിം റിലീസ് ചെയ്തിട്ടുണ്ട്, ടച്ച് മീ നോട്ട് പറഞ്ഞ ഷോർട്ട് ഫിലിം. അത് എല്ലാവരും കണ്ടു നോക്കാം. എല്ലാവരും കാണേണ്ട ഒരു ഷോർട്ട് ഫിലിമാണ്. അതിൻ്റെ സ്റ്റോറി കാര്യങ്ങളൊക്കെ എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട ഒരു സംഭവമാണ്. കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഓക്കെ, അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഇന്ന് റിലീസ് ചെയ്തിരിക്കുന്ന സിനിമകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ഒന്നാമത്തത് ഒരു തെലുങ്ക് മൂവിയാണ്. ഈഗിൾ എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. രവി തേജ പ്രധാന വേഷം കൈകാര്യം ഒരു ആക്ഷൻ ത്രില്ലർ വിഭാഗത്തിൽപ്പെടുന്ന സിനിമയാണ്. ETV വിന്നും അതുപോലെ തന്നെ ആമസോൺ പ്രൈം, ഈ രണ്ട് OTT പ്ലാറ്റ്ഫോമിലായിട്ടാണ് ഈ ഒരു സിനിമ റിലീസ് ചെയ്തിട്ടുള്ളത്. തെലുങ്ക് ഭാഷയിൽ മാത്രമേ ഈ സിനിമ റിലീസ് ചെയ്തിട്ടുള്ളൂ. മറ്റു ഭാഷയിൽ അവൈലബിൾ ആകുമെന്നുള്ളത് കാത്തിരുന്ന് കാണാം. ചിലപ്പോൾ അടുത്ത ആഴ്ചകളിൽ ആമസോൺ പ്രൈമിൽ തമിഴ് ഡബിഡ് വേഷനൊക്കെ റിലീസ് ചെയ്യാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ അടുത്തൊരു കോമഡി ഡ്രാമ വിഭാഗത്തിൽപ്പെടുന്ന ഒരു സീരീസാണ്, ഒരു ഹിന്ദി സീരീസാണ്. മാംല ലീഗൽ ഹേ എന്നാണ് ഈ സീരീസിന്റെ പേര് വരുന്നത്. ഹിന്ദി ഭാഷ കൂടാതെ തമിഴ്, തെലുങ്ക്, ഇംഗ്ലീഷ് ഭാഷകളായിട്ട് ഈ ഒരു സീരീസ് നെറ്റ്ഫ്ലിക്സ് വഴിയാണ് റിലീസ് ചെയ്തിട്ടുള്ളത്. അടുത്തത് ഒരു ഡ്രാമ റൊമാൻറ്റിക് വിഭാഗത്തിൽപ്പെടുന്ന ഒരു കൊറിയൻ മൂവിയാണ്. മൈ നെയിം ഈസ് ലോക് കിവാൻ എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. ഈ ഒരു സിനിമ കൊറിയൻ ഭാഷ കൂടാതെ ഇംഗ്ലീഷ്, തമിഴ്, തെലുങ്ക്, ഹിന്ദി ഭാഷകളായിട്ട് നെറ്റ്ഫ്ലിക്സിലാണ് റിലീസ് ചെയ്തിട്ടുള്ളത്. അടുത്തത് പ്രിസില്ല എന്ന് പറഞ്ഞ റൊമാൻറ്റിക് ഡ്രാമ വിഭാഗത്തിൽപ്പെടുന്ന ഒരു ഇംഗ്ലീഷ് മൂവിയാണ്. മുബി OTT പ്ലാറ്റ്ഫോം വഴിയാണ് ഈ ഒരു സിനിമ റിലീസ് ചെയ്തിട്ടുള്ളത്. അടുത്തത് ഒരു അഡ്വഞ്ചർ ഡ്രാമ സയൻസ് ഫിക്ഷൻ വിഭാഗത്തിൽപ്പെടുന്ന ഒരു ഇംഗ്ലീഷ് മൂവിയാണ്. സ്പേസ് മാൻ എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. സ്പേസ് മെൻ. അപ്പോൾ ഈ ഒരു സിനിമ നെറ്റ്ഫ്ലിക്സ് വഴി ഇംഗ്ലീഷ് ഭാഷ കൂടാതെ തമിഴ്, തെലുങ്ക്, ഹിന്ദി ഭാഷകളായിട്ട് റിലീസ് ചെയ്തിട്ടുണ്ട്. അടുത്തൊരു സീരീസാണ്, ഒരു ഹിന്ദി സീരീസാണ്. ഹിന്ദി കോമഡി ക്രൈം ഡ്രാമ വിഭാഗത്തിൽപ്പെടുന്ന ഒരു സീരീസാണ്. സൺഫ്ലവർ 2 എന്നാണ് സീരീസിന്റെ പേര് വരുന്നത്. ഈ സൺഫ്ലവർ എന്ന് പറഞ്ഞ സീരീസിന്റെ സെക്കൻഡ് സീസണാണ്. C5 വഴിയാണ് ഈ ഒരു സീരീസ് ഹിന്ദി ഭാഷയിൽ മാത്രമായിട്ട് റിലീസ് ചെയ്തിട്ടുള്ളത്. അടുത്തത് ഒരു മിസ്റ്ററി ത്രില്ലർ വിഭാഗത്തിൽപ്പെടുന്ന ഒരു തമിഴ് മൂവിയാണ്. എനക്ക് എന്തേ കിടയാത്തു എന്നാണ് ഈ ഒരു സിനിമയുടെ പേര് വരുന്നത്. തമിഴ് ഭാഷയിൽ മാത്രമേ റിലീസ് ചെയ്തിട്ടുള്ളൂ. ആമസോൺ പ്രൈമിലാണ് ഈ ഒരു സിനിമ റിലീസ് ചെയ്തിട്ടുള്ളത്. അടുത്തൊരു ആക്ഷൻ ഡ്രാമ കോമഡി വിഭാഗത്തിൽപ്പെടുന്ന ഒരു കൊറിയൻ മൂവിയാണ്. ബ്രേവ് സിറ്റിസൺ എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. കൊറിയൻ ഭാഷ കൂടാതെ തമിഴ്, തെലുങ്ക്, ഹിന്ദി ഭാഷകളായിട്ട് ആമസോൺ പ്രൈമിലാണ് ഈ ഒരു സിനിമ റിലീസ് ചെയ്തിട്ടുള്ളത്. അടുത്തൊരു ഹൊറർ കോമഡി വിഭാഗത്തിൽപ്പെടുന്ന ഒരു കൊറിയൻ മൂവിയാണ്. ദ ഹാൻഡ് എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. കൊറിയൻ ഭാഷ കൂടാതെ തമിഴ്, തെലുങ്ക്, ഹിന്ദി ഭാഷകളായിട്ട് ആമസോൺ പ്രൈമിലാണ് ഈ ഒരു സിനിമ റിലീസ് ചെയ്തിട്ടുള്ളത്. അടുത്തത് ഒരു സീരീസാണ്, പിന്നെ എന്താ പറയുക, ഒരു ഡോക്യുമെൻ്ററി സീരീസാണ്. ഇന്ദ്രാണി മുഖർജി സ്റ്റോറി എന്നാണ് സീരീസിൻ്റെ പേര് വരുന്നത്. നെറ്റ്ഫ്ലിക്സ് വഴി ഒരു സീരീസ് ഹിന്ദി ഭാഷയിൽ മാത്രമായിട്ട് ഇപ്പോൾ മുതൽ അവൈലബിൾ ആണ്. ഇത്രയും സിനിമകളും സീരീസുകളാണ് ഇന്ന് ഓൾറെഡി റിലീസ് ചെയ്തതായിട്ടുള്ളത്. ഇനി നമുക്ക് ഏറ്റവും പുതിയതായിട്ട് വന്നിരിക്കുന്ന കുറച്ച് സിനിമകളുടെ അപ്ഡേറ്റുകൾ നോക്കാം. അതിൽ ഒന്നാമത്തത് അശോക് സെൽവനും അതുപോലെ തന്നെ ഐശ്വര്യലക്ഷ്മിയോ പ്രധാന വേഷം കൈകാര്യം ചെയ്ത ഒരു തമിഴ് സിനിമയുടെ ഒരു അപ്ഡേറ്റ് ആണ്. പൊൻ ഓൺറു കൺട്രി എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. ഡയറക്റ്റ് TV പ്രീമിയർ ആയിട്ടാണ് ഈ ഒരു സിനിമ റിലീസ് ചെയ്യാൻ തയ്യാറെടുക്കുന്നത്. കളർ TV വഴി ഈ ഒരു സിനിമ മാർച്ച് മാസം 24-ാം തീയതി ഡയറക്റ്റ് TV പ്രീമിയർ ആയിട്ട് റിലീസ് ചെയ്യാൻ തയ്യാറെടുക്കുകയാണ്. അടുത്തത് അന്വേഷിപ്പിൻ കണ്ടെത്തുന്ന മലയാള സിനിമയുടെ ഒരു അപ്ഡേറ്റ് ആണ്. നമ്മുടെ പിന്നെ ടൊവിനോ തോമസ് പ്രധാന വേഷം കൈകാര്യം ചെയ്ത് കഴിഞ്ഞ മാസം ഫെബ്രുവരിയിൽ തിയേറ്റർ റിലീസ് ചെയ്ത് പിന്നെന്താ പറയുക, അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിലുള്ള പ്രേക്ഷക പ്രതികരണം നേടിയെങ്കിലും തിയേറ്ററിൽ വിജയിക്കാൻ സാധിക്കാതെ പോയൊരു സിനിമയാണ് അന്വേഷിപ്പിൻ കണ്ടെത്തുന്ന പറഞ്ഞ സിനിമ. തിയേറ്ററിൽ ഈ ഒരു സിനിമ വിജയിച്ചില്ലെങ്കിലും പലരും കാത്തിരിക്കുന്ന ഒരു സിനിമയാണ് OTT റിലീസിന് വേണ്ടിയിട്ട്. നെറ്റ്ഫ്ലിക്സിൽ ഈ ഒരു സിനിമ റിലീസ് ചെയ്യാൻ തയ്യാറെടുക്കുകയാണ്. മാർച്ച് മാസം 8-ാം തീയതിയാണ് ഈ ഒരു സിനിമ നെറ്റ്ഫ്ലിക്സ് റിലീസ് ചെയ്യാൻ തയ്യാറെടുക്കുന്നത്. ഇപ്പോൾ ഒഫീഷ്യൽ അപ്ഡേറ്റ് പുറത്തു വന്നിട്ടുണ്ട്. അടുത്ത അതുപോലെ തന്നെ C5 റിലീസ് ചെയ്യാൻ തയ്യാറെടുക്കുന്ന ഹനുമാൻ എന്ന് പറഞ്ഞ സിനിമയുടെ അപ്ഡേറ്റ് ആണ്. പാൻ ഇന്ത്യൻ റിലീസ് ചെയ്ത ഒരു സിനിമയായിരുന്നു. ഒരു ഫാന്റസി, ആക്ഷൻ, സയൻസ് ഫിക്ഷൻ വിഭാഗത്തിൽപ്പെടുന്ന ഒരു കോമഡി വിഭാഗത്തിൽപ്പെടുന്ന ഒരു തെലുങ്ക് മൂവിയായിരുന്നു. C5 ഈ ഒരു സിനിമ പിന്നെ മാർച്ച് മാസം 8-ാം തീയതി റിലീസ് ചെയ്യാൻ തയ്യാറെടുക്കുന്നത്.
തയ്യാറെടുക്കുകയാണ്. തെലുങ്ക് ഭാഷ കൂടാതെ തമിഴ്, മലയാളം, കന്നഡ, ഹിന്ദി ഭാഷകളായിട്ട് C5ലാണ് ഈ ഒരു സിനിമ 8-ാം തീയതി റിലീസ് ചെയ്യാൻ തയ്യാറെടുക്കുന്നതായിട്ടുള്ളത്. അടുത്തത് നമ്മളെല്ലാവരും കാത്തിരിക്കുന്ന, ഒരുപാട് കാലമായി കാത്തിരിക്കുന്ന, ഒരുപാട് ദിവസങ്ങളായിട്ട് പലരും കമൻറ്റ് ബോക്സിൽ ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സിനിമയായിരുന്നു നമ്മുടെ ജയറാം പ്രധാന വേഷം കൈകാര്യം ചെയ്ത് മമ്മൂക്ക ക്യാമിയോ റോളിൽ വന്നിട്ട് തിയേറ്റർ റിലീസ് ചെയ്ത് നല്ലൊരു വിജയം കരസ്ഥമാക്കി. ഈ വർഷത്തെ ഏറ്റവും ആദ്യത്തെ വിജയം, ഏറ്റവും മികച്ചൊരു വിജയം കരസ്ഥമാക്കിയ എബ്രഹാം ഓസ്ലർ എന്ന് പറഞ്ഞ സിനിമ മാർച്ച് മാസം 20-ാം തീയതി റിലീസ് ചെയ്യുന്നതാണ് ഇപ്പോൾ ഏറ്റവും പുതിയതായിട്ട് വന്നിരിക്കുന്ന അപ്ഡേറ്റുകൾ സൂചിപ്പിക്കുന്നത്. Disney+ ഹോട്ട്സ്റ്റാർ ഒരു ഒഫീഷ്യലായിട്ട് ഒരു ലിസ്റ്റ് പുറത്തുവിട്ടിട്ടുണ്ട്. അതിൽ മാർച്ച് 20-ാം തീയതി എബ്രഹാം ഓസ്ലർ റിലീസ് ചെയ്യുന്നുള്ള അപ്ഡേറ്റാണ് അവർ പുറത്തുവിട്ടിട്ടുള്ളത്. മലയാളം ഭാഷ കൂടാതെ തമിഴ്, തെലുങ്ക്, കന്നഡ, ഹിന്ദി ഭാഷകളായിട്ട് മാർച്ച് മാസം 20-ാം തീയതി എബ്രഹാം ഓസ്ലർ നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. ഈ സിനിമ എബ്രഹാം ഓസ്ലർ എന്ന സിനിമ മാർച്ച് മാസം 20-ാം തീയതി റിലീസ് ചെയ്യുന്നതാണ്. അടുത്തത് ബിജു മേനോൻ പ്രധാന വേഷം കൈകാര്യം ചെയ്ത തുണ്ട് എന്ന് പറഞ്ഞ സിനിമയുടെ അപ്ഡേറ്റ് ആണ്. മാർച്ച് മാസം പകുതിയോടെ ഈ സിനിമ നെറ്റ്ഫ്ലിക്സ് വഴി റിലീസ് ചെയ്യാൻ തയ്യാറെടുക്കാനുള്ള അപ്ഡേറ്റ് ആണ് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളത്. മാർച്ച് മാസം പകുതിയോടെ എന്ന് പറയുന്നത് മാർച്ച് മാസം 15-ാം തീയതി അല്ലെങ്കിൽ 22-ാം തീയതി ഈ സിനിമ റിലീസ് ചെയ്യുന്നതാണ് അപ്ഡേറ്റ് ആണ് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ അടുത്തത് പലരും ചോദിക്കുന്നുണ്ട് പ്രേമലു പറഞ്ഞ സിനിമയുടെ അപ്ഡേറ്റ്. പ്രേമലു ഇപ്പോൾ തിയേറ്ററിൽ വലിയൊരു കളക്ഷൻ നേടി, ഏകദേശം 70 കോടിയോളം കളക്ഷൻ നേടി മുന്നേറിക്കൊണ്ടിരിക്കുന്ന ഒരു സിനിമയാണ്. തിയേറ്ററിൽ ഇപ്പോഴും നല്ല ബുക്കിംഗ് കാര്യങ്ങളൊക്കെ ആയിട്ട് ഹൗസ്ഫുൾ ഷോസ് കടന്നു പോകുന്ന ഒരു സിനിമയാണ് പ്രേമലു പറഞ്ഞ സിനിമ. ഒരു ഗംഭീര സിനിമ തന്നെയാണ്, ഗംഭീര കോമഡി സിനിമ തന്നെയാണ്. അപ്പോൾ ഈ ഒരു സിനിമയുടെ OTT റൈറ്റ്സ് Disney+ ഹോട്ട്സ്റ്റാർ സ്വന്തമാക്കിയെന്നാണ് ഏറ്റവും പുതിയതായിട്ട് വന്നിരിക്കുന്ന അപ്ഡേറ്റുകൾ സൂചിപ്പിക്കുന്നത്. എബ്രഹാം ഓസ്ലർ റിലീസ് ചെയ്തതിന് ശേഷം Disney+ ഹോട്ട്സ്റ്റാർ റിലീസ് ചെയ്യാൻ തയ്യാറെടുക്കുന്ന മലയാള സിനിമയാണ് പ്രേമലു പറഞ്ഞ സിനിമ. ഏപ്രിൽ മാസം 2-ാമത്തെ ആഴ്ച ഈ സിനിമ Disney+ ഹോട്ട്സ്റ്റാർ വഴി റിലീസ് ചെയ്യുന്ന അപ്ഡേറ്റുകളാണ് ഏറ്റവും പുതിയതായിട്ട് വന്നുകൊണ്ടിരിക്കുന്നത്. എന്തായാലും നമുക്ക് വെയിറ്റ് ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇത്രയും അപ്ഡേറ്റുകളാണ് ഇന്നത്തെ വീഡിയോ നമ്മൾ പരിശോധിച്ചിട്ടുള്ളത്. ഈ ഒരു ലിസ്റ്റിൽ ഏതൊക്കെ സിനിമകൾക്കാണ് നിങ്ങൾ വെയിറ്റ് ചെയ്യുന്നത്, ഏതൊക്കെ സിനിമകൾ നിങ്ങൾ കണ്ടു എന്നുള്ള കാര്യങ്ങളൊക്കെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ വീഡിയോ. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിരിക്കുക ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കാതിരിക്കുക. പിന്നെ എൻ്റെ ഇൻസ്റ്റാഗ്രാം പേജിൻ്റെ ലിങ്ക്, അതുപോലെ വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക്, അതുപോലെ തന്നെ ഫേസ്ബുക്ക് പേജിൻ്റെ ലിങ്ക് ഒക്കെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കാം. എല്ലാവരും ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ വീഡിയോ. പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. ബൈ.